പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോൾഡേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിന്ന്. ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഒന്നുകിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സെലക്ട് ചെയ്ത് ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മറ്റൊരു മെത്തേഡ് ഒരു ഫിംഗർ ഉപയോഗിച്ച് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നീട് മറ്റൊരു ഫിംഗർ ഉപയോഗിച്ച് N എന്ന കീ പ്രസ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫോൾഡറിൻ്റെ ആദ്യത്തെ ലെറ്ററായ N ആണ് നമ്മളിവിടെ കൺട്രോളും ഷിഫ്റ്റും കഴിഞ്ഞിട്ട് പ്രസ് ചെയ്തത്. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ച് ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ഈസി. അതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ ഒന്നുകിൽ ഇത് സെലക്ട് ചെയ്ത ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നീട് ഡിലീറ്റ് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഫോൾഡർ സെലക്ട് ചെയ്യുക, പിന്നീട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് D എന്ന കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം. ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ഇതുപോലെ കുറച്ച് ഐക്കൺസ് കാണാം. ഇവിടെ നമുക്ക് മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ലഭ്യമാണ്. ഇതേ ഓപ്ഷൻസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് എന്നീ ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി ഈസി. പിന്നീട് ഇത് പ്രോപ്പർട്ടീസിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ ന്യൂ ഫോൾഡർ എന്നുള്ള ഈ ഫോൾഡറിൻ്റെ പ്രോപ്പർട്ടീസ്. ഇവിടെ ജനറൽ എന്നുള്ള ടാബ് ഓപ്പൺ ആയി കിടക്കുകയാണ്. അവിടെ നമുക്ക് ഇതേപോലെയുള്ള ഡീറ്റെയിൽസ് കാണാം. ഈ ഫോൾഡറിൻ്റെ ലൊക്കേഷനും അതിൻ്റെ സൈസും മറ്റും കാണാം. പിന്നീട് ഷെയറിംഗ്, സെക്യൂരിറ്റി, പ്രീവിയസ് വേർഷൻസ്, കസ്റ്റമൈസ്, ഇങ്ങനെയുള്ള വേറെയും ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ ലഭിക്കും. ഈ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ അല്ലാതെ ഈ ഫോൾഡർ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് താഴെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്താലും അതേ വിൻഡോ തന്നെ നമുക്ക് ലഭിക്കും. ഇനി അടുത്തതായി ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ആവശ്യമുള്ളത്ര ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നീട് ഇവിടെ ഒരു ചെറിയൊരു ലൈനും അതിൻ്റെ താഴെ ഒരു ആരോയും കാണാം. അത് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കസ്റ്റമൈസ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ 3 ഐക്കൺസ് കാണാം. ഇനി ഇതിലും കുറച്ചുകൂടി ഐക്കൺസ് നമുക്ക് ഇവിടെ നിന്നും പിൻ ചെയ്ത് ഇടാവുന്നതാണ്. നമ്മുടെ വർക്ക് ഈസി ആക്കാനായിട്ട് അത് സഹായിക്കും. ഇവിടെ അൺഡു, റീഡു, ഡിലീറ്റ്, റീനെയിം എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ടിക്ക് മാർക്ക് കിടക്കുന്നത് പ്രോപ്പർട്ടീസ്, ന്യൂ ഫോൾഡർ, മിനിമൈസ് ദ റിബൺ എന്നിവയ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് അവയുടെ ഐക്കൺസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരികയും ചെയ്യും. ഇതിൻ്റെ ഐക്കൺസൊക്കെ നമുക്കിവിടെ വ്യൂ ആകുകയും ചെയ്യും. ഇപ്പോൾ റീനെയിം നമുക്കൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കാം, ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആ റീനെയിമിൻ്റെ ഐക്കൺ ഇവിടെ വന്നു. ഇപ്പോൾ നമ്മളിവിടെ ഒരു ന്യൂ ഫോൾഡർ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരു ന്യൂ ഫോൾഡർ വന്നു. ഇപ്പോൾ ഇത് ന്യൂ ഫോൾഡർ എന്നുള്ള സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അതിൻ്റെ നെയിമായിട്ട് വരും. ഇനി മറ്റൊരു ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ റീനെയിം ചെയ്യാതെ പിന്നീട് റീനെയിം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് പിന്നീട് ഇതൊന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ റീനെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് വീണ്ടും ഹൈലൈറ്റഡ് ആകും. ഫോൾഡർ റീനെയിം ചെയ്യാനായി നമുക്കിത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടുത്തെ റീനെയിം സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഈസി നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഡിലീറ്റ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോൾഡർ നമുക്ക് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഡിലീറ്റ് എന്നുള്ളത് റെഡ് കളറിൽ വന്നു. അതായത് അത് ആക്ടിവേറ്റഡ് ആയി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഫോൾഡർ അങ്ങ് ഡിലീറ്റായി. ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻസ് അൺഡു, റീഡു, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായി ഈ ഹോം എന്നുള്ള ടാബ് ഒന്ന് നോക്കാം. അതിലും ഡിലീറ്റ് എന്ന ഓപ്ഷനുണ്ട്, ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ഡിലീറ്റും ന്യൂ ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഹോമിൽ പോയിട്ട് ഡിലീറ്റ് കൊടുക്കാം. നമ്മൾ ഒരെണ്ണം ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെയെല്ലാം ആക്റ്റീവ് ആകുന്നത്. അതുപോലെ മൂവ്, കോപ്പി ഇതൊക്കെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഈ ഫോൾഡർ അല്ലെങ്കിൽ എന്ത് ഐറ്റം ആണെങ്കിലും, ഇവിടെ ഒരു ഡോക്യുമെൻ്റ് ആണ് സേവ് ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ ആ ഡോക്യുമെൻറ്റ് നമുക്ക് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ മൂവ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ ലിസ്റ്റായിട്ട് വരും ആ ലൊക്കേഷൻസൊക്കെ. അതിൽ നമുക്ക് ഏത് ലൊക്കേഷനിലോട്ടാണ് മാറ്റേണ്ടത് ആ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് കോപ്പി കമാൻഡും, അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഈ ഓപ്ഷൻ സെലക്ട് ഓൾ, സെലക്ട് നണ്ണ്. സെലക്ട് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള കംപ്ലീറ്റ് ഐറ്റംസ്, ഫോൾഡേഴ്സ് ആയാലും ഫയൽസ് ആയാലും എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതെല്ലാം സെലക്റ്റഡ് ആകും. ആ സെലക്ഷൻ കളയാനായിട്ട് വീണ്ടും ഹോമിൽ നിന്ന് നമുക്ക് സെലക്ട് നണ്ണ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഇതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡ് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ഷൻ കളയാനായിട്ട് ഈ സെലക്റ്റഡ് ഏരിയയുടെ പുറത്തെവിടെയെങ്കിലും വെച്ച് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഹോമിൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ന്യൂ ഐറ്റം എന്നതാണ്. ആ ന്യൂ ഐറ്റം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. പിന്നീട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ചെറിയ നോട്ട്സൊക്കെ ടൈപ്പ് ചെയ്തിടണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഇതേപോലെ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഇവിടെ വരും. അത് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഓർത്തിരിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്തിടാം. അതിനുശേഷം നമ്മളിത് സേവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ സേവ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കും. അവിടെ നമ്മളങ്ങ് സേവ് കൊടുത്തിരുന്നാലും മതി. അതുപോലെ ഈ വ്യൂ എന്ന ടാബിലും കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. അത് കൂടുതലും ഈ ഐക്കൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എക്സ്ട്രാ ലാർജ് ഐക്കൺസ് കൊടുത്താൽ ഇതേപോലെ എക്സ്ട്രാ ലാർജ് സൈസിൽ നമുക്ക് ഈ ഐക്കൺസ് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് സ്മോൾ ഐക്കൺസ്, അതുപോലെ ടൈൽസ്, ലാർജ് ഐക്കൺസ്, ലിസ്റ്റ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ ഐക്കൺസിൻ്റെ അറേഞ്ച്മെൻറ്റിലും മാറ്റങ്ങൾ വരുന്നത് കാണാം. പിന്നീട് കണ്ടൻറ്റ്, നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ് മോഡിഫൈഡ്, അതിൻ്റെ ടൈമും ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നീട് മീഡിയം ഐക്കൺസ്, അതുപോലെ ഡീറ്റെയിൽസ് ആകുമ്പോഴും നമുക്ക് ഡേറ്റ് മോഡിഫൈഡ്, ടൈം, അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഐറ്റം ഒരു ഫയൽ ഫോൾഡർ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ സൈസും കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ലഭിക്കാനായിട്ട് വ്യൂവിൽ പോയിട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ഇവിടെ സോർട്ട് ബൈ ആണ്. അതായത് ഇപ്പോൾ ഇത് നെയിമാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. നെയിം വൈസാണ് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ടൈപ്പ്, സൈസ്, അതിൻ്റെ സൈസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഡേറ്റ് ക്രിയേറ്റഡ്, നമ്മൾ എന്നാണോ ഇത് ക്രിയേറ്റ് ചെയ്തത് ആ ഡേറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ചെറിയൊരു പെയിൽ കളറിൽ ഒരു ലൈൻ നമുക്കിങ്ങനെ കാണാം. ഒരു കോളം സെപ്പറേഷൻ പോലെ കാണാം. അവിടേക്ക് നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ഒരു പ്ലസ് പോലെ മൗസ് പോയിൻ്റർ ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ ഈ ഒരു പ്ലസ് മാർക്ക് കണ്ട ശേഷം മൗസ് നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ആ കോളം വിഡ്ത്ത് കൂട്ടാനായിട്ട് സാധിക്കും. ഇവിടെയും നമുക്ക് വിഡ്ത്ത് ഇതേപോലെ കൂട്ടിക്കൊടുക്കാം. പിന്നീട് മറ്റൊരു സമയത്ത് നമുക്കിത് ഫിറ്റ് സൈസ് മതിയെങ്കിൽ അത് നമുക്കിവിടെ വ്യൂവിൽ പോയിട്ട് സൈസ് ഓൾ കോളംസ് ടു ഫിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കോളംസ് എല്ലാം ഫിറ്റായിട്ട് വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ ഫോൾഡറാണ് ഇവിടെ ഓപ്പണായി കാണുന്നത്. ഫോൾഡർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ്സും നമ്മുടെ സർട്ടിഫിക്കറ്റ്സും മറ്റും വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൾഡറിൻ്റെ കണക്ക് തന്നെയാണ് ഈ കമ്പ്യൂട്ടറിലും ഈ ഫോൾഡർ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഫോൾഡർ. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഡീറ്റെയിൽസും അവരുടെ മാർക്സും മറ്റുമാണ്, കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റുമാണ് ഈ ഫോൾഡറിൽ സൂക്ഷിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഫോൾഡറിന് നമുക്ക് ആ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. അതിനായിട്ട് ഈ ഫോൾഡർ നമുക്ക് റീനെയിം ചെയ്യണം. ഈ ഫോൾഡർ റീനെയിം ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് റീനെയിം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അതേ സെലക്ട് ചെയ്യുക, പിന്നീട് വീണ്ടും ഒന്നുകൂടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഇങ്ങനെ 2 തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് അല്പം ടൈം ഗ്യാപ്പ് വരുത്തിയിട്ട് വേണം. അല്ലാതെ ഒന്നിച്ച് നമ്മൾ ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡർ ഓപ്പൺ ആകുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് ആദ്യം ഇതേപോലെ ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നീട് ഒരു ചെറിയ ടൈം ഗ്യാപ്പ് കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് സെലക്റ്റഡ് ആയി ന്യൂ ഫോൾഡർ എന്നുള്ള ഭാഗം. ഇനി നമുക്ക് പുതിയ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്കൂളിന് ഒരു ABCHSS എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഈ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നീട് ഇവിടുന്ന് നമുക്ക് ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഒരു HSS ആണ്, അവിടെ LKG മുതൽ +2 വരെയുള്ള ക്ലാസ്സുകൾ കാണും. അപ്പോൾ അത്രയും ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ LKG UKG ക്ലാസ് 1 എന്നോ അല്ലെങ്കിൽ ക്ലാസ് 1 ക്ലാസ് 2 ക്ലാസ് 3 എന്നോ ജസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ക്ലാസ് 1, അതിനുശേഷം ഇവിടെ ക്ലാസ് 2 എന്ന് പേര് കൊടുക്കാം. നമ്മൾ ക്ലാസ് 1 എന്ന് താഴെയാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ ഇത് നെയിം വൈസ് ആണ് സോർട്ട് ഔട്ടായി കിടക്കുന്നത്. അതുകൊണ്ടാണ് സിയിൽ സ്റ്റാർട്ട് ചെയ്തത് ആൽഫബറ്റിക്കൽ ഓർഡറായിട്ട് ഫസ്റ്റ് ഐറ്റമായിട്ട് പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിപ്പോൾ സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. അതിനുശേഷം റീനെയിം ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ക്ലാസ് 2 എന്ന് കൊടുക്കാം. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക, പിന്നീട് റീനെയിം സെലക്ട് ചെയ്തുകൊണ്ട് ക്ലാസ് 3 എന്ന് കൊടുക്കാം. ഇങ്ങനെ താഴോട്ട് എല്ലാ ക്ലാസ്സിനും ഓരോ ഫോൾഡർ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ക്ലാസ് 1ൻ്റെ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്ലാസ് 1ന് തന്നെ ഒരുപാട് ബാച്ചസ് കാണുമല്ലോ, അതിന് നമുക്കിതുപോലെ ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 2 ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. ബാച്ച് A, അടുത്തത് സെലക്ട് ചെയ്തു, റീനെയിം സെലക്ട് ചെയ്തു, ബാച്ച് B. ഇനി ബാച്ച് എയിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം, അതുപോലെ സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെൻ്റ് ആയിരിക്കും. അത് നമുക്ക് ഇതിനകത്തുകൊണ്ടൊന്ന് സേവ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ പിന്നീടൊരു സമയത്ത് ബാച്ച് എയിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇവിടെ ഞാൻ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡോക്യുമെൻറ്റ് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് എടുക്കാം. അതിനായി ജസ്റ്റ് നമുക്കൊന്ന് റീസ്റ്റോർ ഡൗൺ ചെയ്യാം. അതിനുശേഷം ഇത് അല്പം ഒന്ന് ഡ്രാഗ് ചെയ്ത് നീക്കിയ ശേഷം ഇപ്പോൾ ഈ ഫയലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിൽ കിടക്കുകയാണ്. അത് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഒറിജിനൽ ഇവിടെ തന്നെ വേണം. ഒരു കോപ്പി മാത്രം എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതിയെങ്കിൽ നമുക്ക് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് ഇടാം. എന്നാൽ ഇത് മൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ജസ്റ്റ് ഇത് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടങ്ങ് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ഇത് സ്റ്റുഡൻസിൻ്റെ നെയിമും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെയുള്ള ചെറിയൊരു ഡോക്യുമെൻ്റ് പോലെ ഞാൻ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സേവ് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റുഡൻസിൻ്റെ മാർക്സും ഇതുപോലെ ഒരു ഡോക്യുമെൻറ്റിൽ തയ്യാറാക്കി ഇവിടെ സേവ് ചെയ്യണം. ഹോം എന്നുള്ള ഓപ്ഷനിൽ ന്യൂ ഐറ്റം എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നിന്നും ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാർക്സ് ആണല്ലോ എൻ്റർ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് മാർക്ക് ഷീറ്റ് എന്ന് തന്നെ എൻ്റർ ചെയ്യാം. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യാം. പിന്നീട് കുട്ടികളുടെ മാർക്സ് ഒരു ടേബിൾ ഫോമിൽ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാം. ഇവിടെ നമ്മൾ ഇൻസേർട്ട് ടാബിൽ ടേബിൾ ഗ്രൂപ്പിൽ കൺവേർട്ട് ടെക്സ്റ്റ് ടേബിൾ എന്നുള്ള ഓപ്ഷൻ പഠിച്ചതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഈ ഡീറ്റെയിൽസൊക്കെ തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രമാത്രം കൊടുത്തുകൊണ്ട് ഇതൊരു ടേബിൾ ഫോമിലേക്ക് ആക്കുകയാണ്. പിന്നീട് നമുക്ക് ഈ ടേബിൾ ഒന്ന് മോഡിഫൈ ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ സേവിൻ്റെ ഐക്കണിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതിന് തൊട്ട് മുന്നേ ഉള്ളിടത്തേക്ക് പോകാനായി ഈ അപ്പ് ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനും തൊട്ട് മുന്നേ ഉള്ള വിൻഡോയിലേക്ക് പോകാൻ വീണ്ടും ഇതൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്തിട്ട ശേഷം പിന്നീട് ഒരവസരത്തിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കോ മറ്റോ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും ഫോൾഡേഴ്സ് ഇവിടെ
നല്ല അറേഞ്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കാണാം. ഇപ്പോൾ ക്ലാസ് 1ൻ്റെ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ബാച്ച് എയിൽ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് കാണേണ്ടതെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. മാർക്സ് ആണ് കാണേണ്ടതെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കുട്ടിയുടെ കോൺടാക്റ്റ് നമ്പർ ആണ് വേണ്ടതെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളുമെല്ലാം വളരെ ഭംഗിയായി ചിട്ടയായി ഫോൾഡേഴ്സിൻ്റെ സഹായത്തോടു കൂടി അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ആരോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തൊട്ട് മുന്നേയുള്ള വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പിക്ചേഴ്സിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. വീണ്ടും തിരികെ പോകണമെങ്കിൽ ഈ ആരോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വിൻഡോയിലായിരിക്കും പോകുന്നത്. ഇതുപോലെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.